നമുക്കിന്ന് വെജിറ്റബിൾ പിസ്സ ഉണ്ടാക്കാം. അതിന് ടോപ്പിങ്സിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ടൊമാറ്റോ, ചെറിയ കഷ്ണം ക്യാപ്സിക്കം, ഗ്രീനും യെല്ലോവും ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ബേബി കോണാണ് എടുത്തിട്ടുള്ളത്. അതിന് പകരം നിങ്ങൾക്ക് സ്വീറ്റ് കോൺ യൂസ് ചെയ്താലും മതി. മഷ്റൂം ഒരു 3 എണ്ണം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പാനിലിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത് ഞാൻ വെറുതെ മിക്സ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ. നമുക്ക് സോസിന് വേണ്ടത് നോക്കാം. കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 3 മിനിറ്റോളം ഒന്ന് തിളപ്പിക്കണം. അതിന് ശേഷം അപ്പം തന്നെ നമുക്ക് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഈ ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. ഇത് മിക്സിയിലിട്ട് നന്നായി അടിച്ചെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 ഗാർലിക്ക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഗാർലിക്ക് ഒന്ന് വഴന്നതിന് ശേഷം ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്ത് അതിലേക്ക് ആഡ് ചെയ്യാം. തക്കാളി ഒന്ന് കുറച്ച് വഴന്നതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറിയ കഷ്ണം ക്യാരറ്റും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3ഉം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അരച്ചു വെച്ച ഇതൊന്ന് വഴന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് മുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റോളം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വെച്ചാൽ ഇടാം. നമ്മുടെ സോസ് റെഡി ആയിട്ടുണ്ട്. പിസ്സേൻ്റെ ബേസ് ഞാൻ തന്തൂരി ചിക്കൻ പിസ്സ ഉണ്ടാക്കിയപ്പോൾ അതിൽ ഉണ്ടാക്കിയത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് നോക്കിയാൽ മതിയാവും. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബേസിൻ്റെ മുകളിലായിട്ട് നമുക്ക് സോസ് ഒഴിച്ചു കൊടുക്കാം. അതിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സോസ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നത് കാണിക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. അതിനുശേഷം ഞാൻ മൊസറല്ല ചീസ് സ്ലൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ടോപ്പിങ്സ് ഒക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊസറല്ല ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ ഒന്ന് അതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പാനിൽ വെച്ചിട്ടുണ്ടാക്കുന്നത്
അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് പാനൊന്ന് ചൂടാക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് പിസ്സേൻ്റെ മിക്സ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇറക്കി വെക്കാം. നന്നായി അടച്ച് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 20 മിനിറ്റ്സ് ഞാനിപ്പോൾ ഇവിടെ ഇതിൽ വെച്ചിട്ടുണ്ട്. ഒലീവ്സ് ഞാനിടാൻ മറന്നുപോയി, അത് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് വെക്കുന്നുണ്ട്. അടി തട്ടാത്തതുകൊണ്ട് നമുക്കിത് അടി കരിയില്ല. അപ്പോൾ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്.